പണ്ടൊക്കെ നല്ല ഈ സമയത്താണെങ്കിലും ഇടുക്കിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പ് ഈ ഹൈ റേഞ്ചിലേക്ക് കയറി കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടും എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഭയങ്കര ചൂടാണ്. അതിനേക്കാൾ വലിയ ചൂടാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. LDFും UDFും NDAയും ഒക്കെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ആര് എങ്ങോട്ടേക്ക് ആര് ജയിക്കുമെന്നൊന്നും പറയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കൂടുതൽ മേൽക്കൈ UDFിനാണ്. പക്ഷേ കഴിഞ്ഞ 20 കൊല്ലത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് ഇത്തവണത്തെ മത്സരമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 2019 കണക്ക് പരിശോധിച്ചാൽ 1,71,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് വലിയ വിജയം നേടിയ ഒരു മണ്ഡലമാണ് അത്. 2014 ഡീൻ കുര്യാക്കോസ് ഇവിടെ തോറ്റതാണ്. ആ തോൽപ്പിച്ച സ്ഥാനാർത്ഥിയെ ഡീൻ കുര്യാക്കോസ് 2019 വലിയൊരു മാർജിനിൽ തോൽപ്പിക്കുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മൂന്നാം വട്ടവും ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും നേർക്ക് ഏറ്റുമുട്ടുന്ന ഒരു പ്രത്യേകത കൂടി ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇവിടെ എന്തായാലും പ്രധാനമായും ചർച്ചയാകാൻ പോകുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം തന്നെയാണ്. കഴിഞ്ഞ 2 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ കാട്ടാന ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ട ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. അത് സ്വാഭാവികമായിട്ടും ചർച്ചയിൽ വരും. മാത്രമല്ല, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ആളുകൾ ചർച്ച ചെയ്യുക. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കൂടുതൽ ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമീപ സമയങ്ങളിൽ ഈ കേരള സ്റ്റോറി പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഇടുക്കി രൂപതയുടെ നിലപാട് അതൊക്കെ ചെറിയ രീതിയിൽ ചർച്ചയായിരുന്നു. പക്ഷേ അത് ഈ സ്ഥാനാർത്ഥികളൊന്നും തന്നെ അതിനെ ഏറ്റുപിടിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അത് ആ രീതിയിൽ അങ്ങ് പോയി. അതുകൊണ്ട് വലിയ ചർച്ചയായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നോക്കേണ്ടതാണ്. 2014ലെയും 2019ലെയും MPമാർ പരസ്പരം അവരുടെ പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്ത് വോട്ട് ചോദിക്കുന്ന ഒരു നില പോലും ഈ ഘട്ടത്തിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത പരിശോധിച്ചാൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി, ആ ഏറ്റവും വലിയ ജില്ലയും കടന്ന് എറണാകുളത്തെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം. അത് കോതമംഗലവും മൂവാറ്റുപുഴയുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ കോതമംഗലവും മൂവാറ്റുപുഴയുമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് കൂടി പറയേണ്ടതുണ്ട്. കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ ഈ മണ്ഡലങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിജയത്തെ സ്വാധീനിക്കുക അല്ലെങ്കിൽ വിജയം നിർണ്ണയിക്കുന്ന ഘടകമായി മാറുന്നത് ഇവിടുത്തെ വോട്ടുകളായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ ഇടുക്കിയിലും പുരോഗമിക്കുകയാണ്.